Hey all, welcome to my YouTube channel. ഇത് ഞാൻ ഓണം ടൈമിന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയത്. ഓണത്തിന് എനിക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മോഡലിംഗ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഏർലി മോർണിംഗ് ട്രെയിൻ കയറാനായിട്ട് പോകുന്നൊരു സീനാണ്. ആസ് യൂഷ്വൽ ഇവനായിരിക്കും എന്നെ ഡ്രോപ്പ് ചെയ്യുക. ഇവനല്ലെങ്കിൽ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും അവൈലബിൾ അല്ലാത്ത സമയത്ത് ഞാൻ മാംഗോ ക്യാബ് ബുക്ക് ചെയ്തായിരിക്കും ഇത്രയും രാവിലെയൊക്കെയാണ് ട്രാവലിംഗ് ഞാൻ പോവുക. എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഞാൻ ഈ ഒരു ചോക്കോ ബ്രൗണി ക്യാരി ചെയ്യും. എനിക്ക് വിശക്കുമ്പം കഴിക്കാനായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഓൾമോസ്റ്റ് കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചി എത്തിയപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ചില സമയങ്ങളിൽ എനിക്ക് വെളുപ്പിനെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. ചില സമയത്ത് എനിക്ക് വിശപ്പേ ഫീൽ ചെയ്യൂല. അപ്പോൾ എപ്പോൾ ഞാൻ ഇതേപോലെ കൊച്ചിയിൽ ഞാൻ ട്രാവൽ ചെയ്താലും ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പോകുന്നൊരു ഷോപ്പ് മീൻസ് റെസ്റ്റോറൻ്റ് ആണ്. സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ഉള്ളതാണ്. ഞാൻ ഇവിടെ നിന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. എനിക്ക് ഇവിടുത്തെ നെയ് റോസ്റ്റ്, ഞാൻ ട്രാൻഡ്രോ ആണെങ്കിലും കൊച്ചി ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നെയ് റോസ്റ്റ് മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. എനിക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഭയങ്കര ഇഷ്ടം. എനിക്കങ്ങനെ എല്ലാ ഷോപ്പിലെ ഫുഡും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പ്രത്യേകിച്ച് കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവിടുത്തെ ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഊബർ കയറി. വിൻറ്റേജ് ഹോം സ്റ്റേ, വിൻറ്റേജ് ഹോം ഹെറിറ്റേജ്, അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു ലൊക്കേഷൻ്റെ പേര്. എനിക്ക് ലൊക്കേഷനും കറക്റ്റ് ഓർമ്മയില്ല, സ്ഥലം. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അവിടെ നിന്നൊരു 1 hour അടുപ്പിച്ച് ട്രാവൽ ഉണ്ടായിരുന്നു. ഞാൻ ഓൺ ടൈമായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിലേ വന്നില്ല. നമ്മൾ ഓൾറെഡി ട്രെയിൻ ടൈമൊക്കെ ബുക്ക് ചെയ്ത് പോകുന്ന കാരണം വലിയ ഡിലേ ഒന്നും വന്നില്ല. പിന്നെ ഈ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഊബറിൽ ഇവിടെ എത്താനുള്ളൊരു സമയം അത് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊച്ചിയുടെ ഇത്രയും ഒരു ഗ്രാമീണ ഭംഗി ഞാൻ കണ്ടിട്ടില്ല. കാരണം കൂടുതലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് സിറ്റിയിലാണ്. അപ്പം കൊച്ചിക്ക് ഇങ്ങനെ ഒരു ഭംഗി സൈഡ് ഉള്ളത് ഞാൻ ഈ ഒരു ഷൂട്ടിന് പോയപ്പോഴാണ് ആക്ച്വലി ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ വരുന്ന വഴിയൊക്കെ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് ലൊക്കേഷനിലെത്തി. ഇതായിരുന്നു നമ്മുടെ മേക്കപ്പ് റൂം. ടോട്ടൽ അവിടെ ആ ഒരു ഹോം സ്റ്റേയിൽ ഒരു 3 റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ റൂമിലായിട്ട് ഓരോരോ സെക്ഷനായിരുന്നു. ഇവിടെ മേക്കപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ ജ്വല്ലറി, അതിനപ്പുറത്തെ റൂമിൽ സാരി ഡ്രേപ്പിംഗ്, അങ്ങനെയായിരുന്നു. അപ്പോൾ മഞ്ജു ചേച്ചിയായിരുന്നു നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മഞ്ജു ചേച്ചി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല. പാവം ചേച്ചി കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 മോഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അനീന എന്ന് പറഞ്ഞ മോഡലായിരുന്നു ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അനീനേനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനായിരുന്നു മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബാക്കി 2 മോഡൽസ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഹെയർ ചെയ്യാനായിട്ടായിരുന്നു നിതിൻ ചേട്ടൻ ഉണ്ടായിരുന്നത്. ബാക്കി മേക്കപ്പും ഹെയർ സ്റ്റൈലും മീൻസ് ഹെയർ പ്രെപ്പ് ചെയ്യാനായിരുന്നു നിതിൻ ചേട്ടൻ. ബാക്കി ഫേസിലും ഹെയർ ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും എല്ലാം മഞ്ജു ചേച്ചി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മിഥിലായിരുന്നു ജോളി സിൽക്സിൻ്റെ ഓർഗനൈസിങ് ടീമിൽ വരുന്ന ഒരാളാണ് മിഥിലായിരുന്നു ഈ ഒരു ഷൂട്ടിനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജ്വല്ലറിക്ക് വേണ്ടി നമുക്ക് വേറൊരു റൂമുണ്ട്. ജ്വല്ലറിയും ജോളി സിൽക്സിൻ്റെ തന്നെയാണ്. ജോളി സിൽക്സിൻ്റെ തന്നെയാണ് ജോയ് ആലുക്കാസ് എന്ന് പറയുന്നത്, ആ ടീം തന്നെയാണ്. അപ്പോൾ അവരുടെ ജ്വല്ലറി, ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു നമുക്ക് ഷൂട്ടിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജോളി സിൽക്സിൻ്റെയും ജോയ് ആലുക്കാസിൻ്റെയും ഷൂട്ടായിരുന്നു. ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. ആക്ച്വലി ഇത് ന്യൂസ് പേപ്പറിലും TV യിലും ഒക്കെ ഇതിൻ്റെ ആഡ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയൊരു ഷൂട്ടായിരുന്നു ഇത്. കാരണം ഇത് ന്യൂസ് പേപ്പറിലൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും മിക്കവരും ഇത് കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലർ ഇതിൻ്റെ പരസ്യം TV യിലും കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ചിലരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, TV യിലത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത്. നമുക്ക് മിക്ക ഡ്രസ്സും, ഞങ്ങൾക്ക് എല്ലാവർക്കും സാരി തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ വേറൊരു കുട്ടിക്ക് മാത്രമേ സ്കേർട്ടും ബ്ലൗസും എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സാരി തന്നെയായിരുന്നു കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം യൂഷ്വൽ കസവിൻ്റെ ഒരു ഇതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ടല്ലോ. എനിക്കിതിൽ വന്നിട്ടുണ്ടായിരുന്നത് മാംഗോ ആയിരുന്നു. ആ ഒരു സാരിയിൽ പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല സാരിയായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. ആക്ച്വലി എല്ലാ സാരീസും നല്ല കംഫർട്ടായിരുന്നു നമുക്ക് ഉടുത്തിട്ട് നിൽക്കാനായിട്ട്. പിന്നെ സാരി ഡ്രൈപ്പിംഗ് ആണെങ്കിലും നല്ല ഭംഗിയിലായിരുന്നു. ജോളി സിൽക്സിലെ സ്റ്റാഫ്സ് ആയിരുന്നു നമുക്ക് സാരി ഉടുപ്പിക്കാനുണ്ടായിരുന്ന ചേച്ചിമാരെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഓരോ സാരിയും ഒരു 5 മിനിറ്റിനകത്തൊക്കെ ആയിരിക്കും. ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഉടുപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. കാരണം ഒരു 5-6 പേരുണ്ടായിരുന്നു സാരി ഡ്രൈപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ജ്വല്ലറി സെക്ഷനിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ജ്വല്ലറിയൊക്കെ അറേഞ്ച് ചെയ്ത് തരാനും നമുക്ക് സെലക്ട് ചെയ്ത് തരാനുമായിട്ട്. പിന്നെ മേക്കപ്പിന് മഞ്ജു ചേച്ചിയും. നമുക്ക് സാരി ഡ്രൈപ്പിസ്റ്റ് ഓൾറെഡി ഉണ്ടായിട്ട് പോലും ഇപ്പം നമ്മൾ ഇതേപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാരി എന്തെങ്കിലും ഒന്ന്
എന്താ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു ചേച്ചി ഓടി വന്ന് കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ മേക്കപ്പ് എന്ന് മാത്രമോ ഹെയർ എന്ന് മാത്രമൊന്നുമല്ല, എല്ലാവരും നല്ല രീതിയിൽ വെൽ ബിഹേവിങ് ആയിരുന്നു. ആരും ഇങ്ങനെ മാറി നിൽക്കുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോരുത്തരും ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ ഫുള്ളി എന്താ പറയുക, എല്ലാവരും എന്തിലെങ്കിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു ഷൂട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം, ലൈക്ക് ഇതിനു മുന്നേയും ഞാൻ വേറെയും കുറേ ഓണം ഷൂട്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 10 മെമ്പേഴ്സൊക്കെ ആയിരിക്കും കൂടിപ്പോയാൽ ഉണ്ടാവുക. ആദ്യമായിട്ടാണ് ഞാനൊരു 10-30 പേര്, എനിക്കൊന്ന് 30-ന് മേലെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ 30-ന് മേലെ ഉണ്ട്. എനിക്ക് കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു ഷൂട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം സാരി ഡ്രേപ്പിസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഓർഗനൈസിങ് ടീമുണ്ട്, ഡെക്കറേഷൻ ടീമുണ്ട്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, പിന്നെ ജോളി സിൽക്സിൻ്റെ തന്നെ അതിൻ്റെ മാനേജിങ് ടീമോ അവരെല്ലാം ആരൊക്കെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ടീം, അങ്ങനെ ഒത്തിരി പേര്, ഓരോ ടീം ഉള്ളത് കൊണ്ടായിരിക്കാം ഒത്തിരി പേരുണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു സെറ്റിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ 4 മോഡൽസ്. ഞാൻ, അനീന, അൽസ, ആൻമേരി. അപ്പോൾ നമുക്ക് സിംഗിൾസ് ഉണ്ടായിരുന്നു, ചിലപ്പം ഇതേപോലെ 2 പേരുള്ളതുണ്ടായിരുന്നു, ചില ഇതിൽ 4 പേരും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് അനീന ഗ്രീൻ, മറ്റേത് അൽസ, താഴെ ഇരിക്കുന്ന കുട്ടിയാണ് ആൻമേരി. 3 പേരും പ്രൊഫഷണലി ഇതേപോലെ മോഡലിംഗ് ചെയ്യുന്നവരാണ്. പലരും പല സ്ഥലത്തു നിന്നുള്ള മോഡൽസാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളത്. ബാക്കി ഓരോരുത്തരും കൊച്ചി, കോട്ടയോ, കോഴിക്കോടോ, തൃശ്ശൂർ അവിടെ നിന്നൊക്കെ ഉള്ള പിള്ളേരാണ്. അങ്ങനെ നമുക്ക് ഓരോ ലൊക്കേഷൻ, ആ ഒരു ലൊക്കേഷനിൽ മിക്കയിടവും അവർ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണോ ഷൂട്ട് ചെയ്യാൻ പാകത്തിനായിട്ട് ഓരോ സ്ഥലത്തും അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ മോഡൽസിനെയും അവർ എൻഗേജ്ഡ് ആക്കി തന്നെ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ സാരി ചേഞ്ച് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ ജ്വല്ലറി ചേഞ്ച് ചെയ്യാൻ പോകും, ഒരാൾ മേക്കപ്പിന് പോകും, അല്ലെങ്കിൽ ഹെയറിന് പോകും, മറ്റേ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ലൈക്ക് പെട്ടെന്നുള്ളൊരു ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സിലായിരിക്കും 4 മോഡൽസിനെ ഒരുമിച്ച് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുക. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാരി ഡ്രേപ്പിങ്ങിന് പോയി വന്നു. ഈ ഒരു ഗ്രീൻ സാരി ആയിരുന്നു. ആക്ച്വലി ഈ ഒരു ബ്ലൗസ് പാറ്റേൺ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഈ ഒരു സ്ലീവ്ലെസ് അല്ല, ഈ ഒരു പാറ്റേൺ, ബ്ലൗസിൻ്റെ ഈ ഒരു ഹൈനെക്ക് പാറ്റേൺ പോലെ വരുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ബ്ലൗസ് മോഡൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ആ ഒരു ബ്ലൗസ് പാറ്റേൺ കിട്ടുന്നത്. ആക്ച്വലി എൻ്റെ ഫേസും എൻ്റെ കൈയും കണ്ടാൽ ഞാൻ ഭയങ്കര ടാൻഡായിട്ടാണ് ഇരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിസിബിളായിരുന്നു. എനിക്ക് ടാൻ റിമൂവ് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അഗെയിൻ നമ്മൾ ഈ ഷൂട്ട്സിന് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷൂട്ടിനും ഇതേപോലെ നിൽക്കുന്നത് വെയിലത്താണ്. അപ്പോൾ ഒബ്വിയസ്ലി ടാൻ കൂടത്തേ ഉള്ളൂ. ഇനി എത്ര ടാൻ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ടാൻ ആവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര രീതിയിലുള്ള ടാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വീഡിയോസിലും ഫോട്ടോസിലും എല്ലാം വിസിബിളായിരുന്നു. ഈ ലൊക്കേഷനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ചിലപ്പോൾ അതിനൊരു വിൻറ്റേജ് ലുക്കും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇതാണ് നിതിൻ ചേട്ടനും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഇതേപോലെ അറിഞ്ഞോടി വന്ന് നമുക്ക് ഇതേപോലെ ടച്ച് ചെയ്യാനും അതേപോലെ വീഡിയോസൊക്കെ എടുത്തു തരാനാണെങ്കിലും ഫോട്ടോസ് എടുത്തു തരാനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ ഒരു സാരി ലുക്കിൽ എനിക്കും ആൻമേരിക്കും ആയിരുന്നു കോംബോ ഷൂട്ട് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാനിങ്ങനെ ഞാൻ ആൻമേരിയോടാണോ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോ അൽസയോടാണോ എന്ന് എനിക്കറിയത്തില്ല. ആൻമേരി ആക്ച്വലി നമ്മുടെ കൂട്ടത്തിൽ കുഞ്ഞാണ്, അവൾക്ക് 18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി 2 പേരും എൻ്റെ സെയിം ഏജാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്തൊരു ഫ്രണ്ട്ലി രീതിയിലായിരുന്നു അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ ആൻമേരി കുഞ്ഞായ കാരണം എനിക്ക് അവളുടെ അടുത്തൊരു സിസ്റ്റർ വൈബായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇവരുടെ അടുത്ത് ആരോടത്ത് പറയുന്നുണ്ട് ഇവള് ഭയങ്കര ലക്കിയാണ്. കാരണം ഞാനൊക്കെ എൻ്റെ ഒരു മോഡലിംഗ് കരിയർ തുടങ്ങി ഒരു 6 ഇയേഴ്സ് ആകുമ്പോഴാണ് ഞാൻ ജോളി സിൽക്സ് പോലെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് അവൾക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആണ്. അവൾ ലക്കിയാണ് ഞാൻ പറയായിരുന്നു. കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് ഇതേപോലൊരു വർക്കിൻ്റെ സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഏത് ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് പറയാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇന്ന് എനിക്ക് പറയാൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേപോലെ ഞാൻ ഇങ്ങനെ കുറച്ച് ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഭയങ്കര ലക്കിയാണെന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ അവൾ ഭയങ്കര കുട്ടിത്വമായിരുന്നു. അവൾ ഇങ്ങനെ ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു. നല്ല രസമായിരുന്നു അവളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ, ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും കോംബോ ഷൂട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളടുത്ത് ഇരുന്ന് ചിരിക്കി സംസാരിക്കും എന്നൊക്കെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്തത് 3rd സാരിയിലേക്ക് പോയി. ഈ സാരിയായിരുന്നു എനിക്ക് കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് സാരി. ആക്ച്വലി ഞാൻ ഇതേപോലുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ഒന്നും എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ള ഒരാളല്ല. ഞാൻ ബ്രൈറ്റ് കളേഴ്സ് ആണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത്.
പക്ഷേ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഹെയർ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ബട്ട് എല്ലാവരുടെയും സജഷൻ കാരണം ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിട്ടായിരുന്നു. അതും കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് തന്നെ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഹെയർ ബൺ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇതേപോലെ അഴിച്ചിടുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. കണ്ടോ, ഈ സാരി ഒരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു. എനിക്കൊന്ന് ഈ ഓണത്തിന് ഞാൻ കുറേ ഷൂട്ട്സ് കണ്ടിട്ടുള്ളതും ഇങ്ങനത്തെ ഒരു സാരി പാറ്റേൺ തന്നെയായിരുന്നു. ഈ ഇതേപോലെ 2 ഷെയ്ഡ് ആ ഒരു സെയിം കളറിൻ്റെ തന്നെ മുകളിലും താഴെയായിട്ട് ഇങ്ങനത്തെ 2 ഷെയ്ഡ് വരുന്ന കളേഴ്സ് ഞാൻ ഒത്തിരി കണ്ടായിരുന്നു. ട്രെൻഡിങ് ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു കളർ പാറ്റേൺ. എനിക്ക് വേറൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടും ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു കളർ, ഇത്രയും എക്സാക്ട്ലി ഈ സെയിം അല്ലെങ്കിൽ പോലും ഒരു തരം ബ്ലൂ തന്നെ ആയിരുന്നു ആ ഒരു ബ്രാൻഡിനും വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ആയിരിക്കും എന്നുള്ളത്. ഞാൻ തന്നെയായിരുന്നു അതിന് വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്തത്. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് രണ്ടും വെച്ച് നോക്കുമ്പം എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. കളർ വൈസ് ഇതിനായിരുന്നു ഒന്നും കൂടെ ഭയങ്കര ഒരു ഭംഗി ഉണ്ടായിരുന്നത്. ബാക്കി 2 പേരുടെയും സാരി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീനും അതേപോലെ ഒരു ഒണിയൻ കളറായിരുന്നു അൽസയ്ക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ കളറും കൊള്ളായിരുന്നു. ഒരു പൗഡർ ബ്ലൂവിൽ തന്നെ ഇച്ചിരി കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡായിരുന്നു. നല്ല സാരീസ്, എല്ലാ ഡ്രസ്സസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ബട്ട് ഈ ഒരു ബ്ലൂ ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലൊക്കേഷൻ മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രീ കിട്ടിയ സമയത്ത്. ഇതൊന്നും അല്ല, ഇതിനേക്കാളും ഒന്നും കൂടെ ഭംഗിയായിരുന്നു ആക്ച്വലി അത് നേരിട്ട് കാണാനായിട്ട്. നമ്മൾ ഫോണിൽ എത്ര നമ്മൾ കവർ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു ട്രൂ ബ്യൂട്ടി അതിൽ വരത്തില്ല. അങ്ങനെ ഫൈനലി ലാസ്റ്റത്തെ കോസ്റ്റ്യൂമായി. ഇനി ഒരു കോസ്റ്റ്യൂം കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ ടൈം ലിമിറ്റ് കാരണം നമുക്ക് അത് വെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഈ ഒരു സാരി എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ നമ്മൾ കണ്ടിട്ടുള്ള കലംകാരി പാറ്റേണിൽ വരുന്നതാണ്. മഞ്ജു ചേച്ചി പാവം ഓൾമോസ്റ്റ് ഡെഡായി. നേരം വെളുത്തത് മുതലേ 4 മോഡൽസിനെയും മാറി മാറി ഹെയറും റീടച്ചും ഒക്കെ ചെയ്ത് ചേച്ചി ആകെ ഒരു പരുവായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ജ്വല്ലറി ആയിരുന്നു കേട്ടോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ലൊരു ലുക്കായിരുന്നു ചേച്ചി ഇതിനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റത്തെ ലുക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി 3നും ഹെയർ ഓപ്പൺ തന്നെയായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഡൗൺ ആയി തുടങ്ങിയ ഒരു ടൈമായി. കാരണം ടൈം ഓൾമോസ്റ്റ് 7:30 ആയി. എല്ലാവരും നല്ല ടയേർഡായ ഒരു സമയമാണ്. ബാക്കി 2 മോഡൽസ് ഇട്ടേക്കുന്ന സാരി ഞാൻ ഫസ്റ്റ് ഇട്ട മാംഗോയുടെ വേറെ പാറ്റേൺ ആണ്, ആപ്പിളും ഓറഞ്ചും. ഇപ്പോഴൊക്കെ ആയപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നല്ല ടയേർഡായി. ഞാനിങ്ങനെ എൻ്റെ ചിരി വരെ മങ്ങി തുടങ്ങി. ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഡൗൺ ആയി. ഒരു കട്ടിൽ കിട്ടിയാൽ അവിടെ കിടക്കാം എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ ഒട്ടും പറ്റില്ല. കാരണം എനിക്ക് അടുത്ത ദിവസം രാവിലെ വീട്ടിലെത്തേണ്ട അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്ത് വില കൊടുത്ത് എനിക്ക് തിരിച്ച് വീട്ടിലെത്തിയേ പറ്റൂ. എല്ലാവരും നല്ല ഓണായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ലേഡീസൊക്കെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഡൗൺ ആയി. നമുക്ക് പ്രത്യേകിച്ച് മോഡൽസ് നമ്മൾ നല്ല ടയേർഡായി. ഒന്നാമതേ ഞാൻ കഴിഞ്ഞ ഈ ഒരു ഷൂട്ടിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങിയോ റെസ്റ്റ് എടുക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല ഹെക്റ്റിക് ആയിരുന്നു ആ സമയങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തലയിൽ നിന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് 8 മണിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറങ്ങിയിട്ട് കൂടിയില്ല. അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ടയേർഡായിരിക്കണം. അപ്പം എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പോസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് ഫുള്ളിലും എങ്ങനെ വീടെത്തും, എപ്പോൾ വീടെത്തും, ഇനി എത്ര സമയം എടുക്കും, എപ്പോൾ ഉറങ്ങാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ ചിന്ത ഫുൾ. എനിക്ക് വിശപ്പുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. എങ്ങനെയും തിരിച്ചെത്തണം, അത് മാത്രമേ മൈൻഡിലുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ ഹെക്റ്റിക് ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര വേർത്തി ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു ഈ ഒരു ജോളി 6ൻ്റേത്. കാരണം ആസ് എ മോഡൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഒരു വർക്കായിരുന്നു എനിക്കിതെന്ന് പറഞ്ഞാൽ. ഇത് അവരുടെ ഷോപ്പിൽ ഇതിൻ്റെ കട്ടൗട്ട്സ് ഉണ്ടായിരുന്നു ഓണത്തിന് ത്രൂ ഔട്ട്. പിന്നെ ടി വിയിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും ആഡ് പോയ ഒരു വർക്കായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് വെൽ വിഷേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലും പലരും എനിക്ക് ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് അയക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഞാൻ ഓക്കെ വർക്കായിരുന്നല്ലോ, ഇത്രയും നമ്മൾ എഫേർട്ട് ഇട്ടതിന് ഒരു ഫലം ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. ഭയങ്കര പ്രൗഡ് ഫീൽ. എനിക്കത് വാക്കുകളിലൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബീങ് എ മോഡൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു വർക്ക് അത് ടി വിയിലും ന്യൂസ് പേപ്പറിലും വരിക എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം വർത്തിയായിരുന്നു ഇത്രയും ഹെക്റ്റിക്കായിട്ട് വർക്ക് ചെയ്തതെല്ലാം. ഹെക്റ്റിക് ആയിരുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ചുറ്റിനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു, വെൽ ബിഹേവിങ് ആയിരുന്നു എല്ലാവരും. ആരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസോ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ദ ഷൂട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടയേർഡ് ആയിരുന്നെങ്കിൽ പോലും. അങ്ങനെ ഇവരൊക്കെ ഉള്ളത് കാരണമാണ് നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്നത്.
നിതിൻ, സ്റ്റിജിൻ, ആ ടീമിലുള്ള കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഒന്ന് കമ്പനി ആയിരുന്നു. പിന്നെ മോഡൽസ് ആണെങ്കിലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, നല്ല മിങ്കിൾ ചെയ്യുന്ന പിള്ളേരായിരുന്നു 3 പേരും. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കമ്പനി ആയത് അൽസയായിട്ടായിരുന്നു. അൽസ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും സോഡിയക് സൈൻ സെയിം ആണ്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും നമുക്ക് എല്ലാത്തിലും ഒരേ മൈൻഡ് സെറ്റ് ആണ്, ഞങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസസും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പം ഞങ്ങൾ സോഡിയക് സൈൻ ഒക്കെ നോക്കുന്ന 2 കൂട്ടരാണ് ഞാനും അൽസയൊക്കെ. അങ്ങനെ ഞാനും അൽസയും പെട്ടെന്ന് ബ്ലാ 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 വൈബായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തിരിച്ചു പോയത്. എൻഡ് ഓഫ് ദി ഡേ എൻ്റെ മോഡലിംഗ് കരിയറിലെ ഒരു കോർ മെമ്മറി ആയിട്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്ക് തന്നെയായിരുന്നു ജോളി സിൽസിൻ്റെത്.